ഹായ്, എൻ്റെ പേര് മുഹമ്മദ് സിനാൻ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്റർമീഡിയറ്റിലെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ചാപ്റ്റർ 3 റേഷ്യോസിലെ ഫോർത്ത് പാർട്ട് വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഇതുവരെ കവർ ചെയ്തതിൻ്റെ ബാക്കിയുള്ള റേഷ്യോസ് കൂടി കവർ ചെയ്യും. ഈ ഒരു വീഡിയോയോട് കൂടി റേഷ്യോസ് ഏതാണ്ട് കംപ്ലീറ്റ് ആവും. പിന്നീട് നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പം നമ്മൾ ഇതുവരെ പഠിച്ച റേഷ്യോസ് ഏതൊക്കെയാണ്? ലിക്വിഡിറ്റി റേഷ്യോസ്, അതുപോലത്തെ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ്, ടേൺ ഓവർ റേഷ്യോസ്, അങ്ങനത്തെ ഒരുപാട് ടൈപ്പ് ഓഫ് റേഷ്യോസ് നമ്മൾ പഠിച്ചു. അപ്പം അതൊക്കെ ഒന്ന് നിങ്ങൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി നെക്സ്റ്റ് ആയിട്ടുള്ള റേഷ്യോ എന്ന് പറയുന്നത് ഓവറോൾ റിട്ടേൺ റേഷ്യോസ്, ഓണേഴ്സ് വ്യൂ പോയിന്റ്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓവറോൾ റിട്ടേൺ റേഷ്യോസ് എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മൾ റിട്ടേൺസിനെ മെഷർ ചെയ്യുന്ന റേഷ്യോസ് ആണിത്. അതായത് നമ്മളൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പം ആ കമ്പനി നമുക്ക് എത്ര റിട്ടേൺ തരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റേഷ്യോസ് ആണ് എന്ത്, ഓവറോൾ റിട്ടേൺ റേഷ്യോസിൽ വരുന്ന റേഷ്യോസ് ഒക്കെ. അപ്പോൾ അതിൽ ആദ്യത്തെ റേഷ്യോ നമുക്ക് നോക്കാം. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ്. ഇത് രണ്ടും ഒന്നാണ്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റും റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഫണ്ട്സിന് പറയുന്ന, അതായത് കമ്പനിയുടെ ലോങ് ടേം ഫണ്ട്സ് ഇല്ലേ, ലോങ് ടേം ഫണ്ട്സ് എന്ന് പറയുമ്പം ഡെപ്റ്റ് വരും, ഡെപ്റ്റ്, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, റിസർവ്സ് ആൻഡ് സർപ്ലസ്, ഇതെല്ലാം കൂടി അടങ്ങുന്നതാണ് എന്ത്, ലോങ് ടേം ഫണ്ട്സ്. അപ്പോൾ ഈ ലോങ് ടേം ഫണ്ട്സ് ആണ് എന്ത്, നമ്മുടെ കമ്പനിയിലെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റിന്, അതായത് ഈ ഇൻവെസ്റ്റ്മെൻറ്റിന് കിട്ടുന്ന റിട്ടേണെയാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇതിനെയാണ് ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറഞ്ഞാലും ഇത് തന്നെയാണ്. ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുമ്പം വെറും ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ മാത്രമല്ല വരിക, അഥവാ ഈ ഡെപ്റ്റും പ്രിഫറൻസ് ഷെയറും ഇക്വിറ്റി ഷെയറും റിസർവ്സും സർപ്ലസും എല്ലാം അടങ്ങിയതാണ് എന്ത്, ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ആണെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പറയും ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന്. അപ്പോൾ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതെന്താണ്, ഡെപ്റ്റും പ്രിഫറൻസ് ഷെയറും ഇക്വിറ്റി ഷെയറും റിസർവ് സർപ്ലസും എല്ലാം കൂടി അടങ്ങിയിട്ടുള്ള, അതായത് ലോങ് ടേം ഫണ്ട്സിനെയാണ് പറയുന്നത്. ഇതെന്തങ്ങനെ വരാൻ കാരണം എന്ന് വെച്ചാൽ, നമ്മളൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പം ഇക്വിറ്റി, അതുപോലെ തന്നെ റിസർവ് സർപ്ലസ്, ഇക്വിറ്റി, ഡെപ്റ്റ് അതൊക്കെ എടുത്തിട്ട്, അതായത് നമ്മളിപ്പോൾ ഒരു ലോൺ എടുത്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ്, ഒരു 10 lakhൻ്റെ ലോൺ എടുത്ത്, പിന്നെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, അതായത് നമ്മളെ ഓണേഴ്സിൻ്റെ ഫണ്ട് ഒരു 10 lakh എടുത്തിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് 20 lakhന്. അപ്പം ഈ 20 lakh യൂസ് ചെയ്തിട്ടാണ് എന്ത്, നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫിക്സ്ഡ് അസറ്റ്സ് വാങ്ങും, അതുപോലെ തന്നെ കറണ്ട് അസറ്റ്സിലേക്ക് ചിലപ്പോൾ കറണ്ട് അസറ്റ്സ് വേണ്ടി വരും, അപ്പോൾ അത് വാങ്ങും. അപ്പോൾ അങ്ങനെ നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യൽ ഏത് ഫണ്ട് എന്നാണ്, ഈ ഫണ്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പം ഈ ഫണ്ട്സ് അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ എംപ്ലോയിഡ്, അതായത് റിട്ടേൺ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താണ്, ഈ ലോണും കൂടി നമ്മൾ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതായത് കമ്പനീൻ്റെ ഇതിൽ നിന്ന് നോക്കുമ്പം ഇത് രണ്ടും എന്താണ്, നമുക്ക് കമ്പനിക്ക് കിട്ടിയ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഈ ലോണും ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും എന്താണ്, ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടാണ് നമ്മൾ, അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ടായിട്ടാണ് കണക്കാക്കേണ്ടത്. അപ്പോൾ ഈ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടലായിട്ട് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യപ്പെട്ട ഫണ്ട്സിന് കിട്ടുന്ന റിട്ടേൺ എത്രയാണ്, അതാണ് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാം? 2 രീതിയുണ്ട്. ഒന്ന് പ്രീ ടാക്സിൽ കണ്ടുപിടിക്കാം, മറ്റേത് നമുക്ക് പോസ്റ്റ് ടാക്സിൽ കണ്ടുപിടിക്കാം. പ്രീ ടാക്സിലാണെങ്കിൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഈസ് ഈക്വൽ ടു EBIT ഡിവൈഡ് ബൈ ഇക്വിറ്റി പ്ലസ് ഡെപ്റ്റ്. EBIT എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ കോസ്റ്റ് ഷീറ്റും പഠിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ എന്തും പഠിച്ചിട്ടുണ്ട്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റും പഠിച്ചിട്ടുണ്ട്. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ദ പർപ്പസ് ഓഫ് എക്സാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചതാണ്. ഇത് നമ്മൾ മാർജിനൽ കോസ്റ്റിങ്ങിൽ വരുന്ന പോലെ തന്നെ സെയില് ലെസ് വേരിയബിൾ കോസ്റ്റ്, കോൺട്രിബ്യൂഷൻ ഫിക്സ്ഡ് കോസ്റ്റ് കുറച്ച്, EBIT കിട്ടി,
EBIT എന്ത് കുറച്ചു, ഇൻട്രസ്റ്റ് കുറച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് കുറച്ച് EBT കിട്ടും. അപ്പോൾ ഈ EBTൻ്റെ മുകളിൽ ടാക്സ് കുറച്ചാലാണ് എന്ത് കിട്ടുക, ടാക്സ് കുറച്ചാൽ EAT കിട്ടും. അപ്പം നമ്മൾ ഫസ്റ്റ് പ്രീ ടാക്സിൽ നമ്മൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കാണുമ്പോൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്, എല്ലാ ടോട്ടൽ ഫണ്ട്സിന് കിട്ടുന്ന റിട്ടേൺ എത്രയാണെന്നാണ്. അപ്പോൾ പ്രീ ടാക്സിലാണ് നമ്മളോട് ചോദിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, EBIT എടുക്കുക, EBIT ഡിവൈഡഡ് ബൈ ഇക്വിറ്റി പ്ലസ് ഡെപ്റ്റ്. ഇനി ഇവിടെ പ്രിഫറൻസ് ഷെയർ ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്യുക. അപ്പം EBIT എന്താണ് എടുക്കാൻ കാരണം ഈ EBIT ആണ് എന്ത്, എല്ലാ നമ്മളുടെ റിട്ടേൺ ഹോൾഡർ, ഇക്വിറ്റി ഹോൾഡേഴ്സിനും അതുപോലെ തന്നെ നമ്മളുടെ ഡെപ്റ്റ് ഹോൾഡേഴ്സിനും എല്ലാവർക്കും ഉള്ള ഫണ്ട്സ് ഏതാണ്, EBIT ആണ്. ഈ EBIT കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് കൊടുക്കുക, നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കുക. അപ്പോൾ ഇൻട്രസ്റ്റ് കൊടുത്തിട്ടാണ് പിന്നെ ടാക്സ് ഒക്കെ നോക്കുന്നത്. അപ്പോൾ ഈ ടാക്സ് ഇല്ലാത്ത കേസ് ആകുമ്പോൾ എന്താണ്, ഈ EBIT തന്നെ ആയിരിക്കും നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ടും കൊടുക്കുന്നത്, EBIT തന്നെ ആയിരിക്കും നമ്മൾ ഇൻട്രസ്റ്റും കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് നമ്മൾ കൊടുക്കണ നമ്മൾ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നത് EBIT തന്നെ ആയിരിക്കും. കാരണം ഈ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, EBIT കണ്ടുപിടിക്കാനോ അതിൻ്റെ മുകളിൽ ടാക്സ് അപ്ലൈ ചെയ്യാനോ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതിനെ കൊണ്ട് EBIT ആയിരിക്കും എന്ത്, നമ്മളുടെ റിട്ടേൺ ആയിട്ട് കണക്കാക്കേണ്ടത്. ടാക്സ് ഇല്ലാത്ത കേസിൽ EBIT ആണ് നമ്മുടെ റിട്ടേൺ. ഇനി ടാക്സ് ഉള്ള കേസിൽ, ടാക്സ് കൺസിഡർ ചെയ്യുന്ന കേസിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് എടുക്കുക. ഈ ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് എന്താണ്, ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കേണ്ടതാണ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് ഇവിടെ നിന്നാണ് എന്ത് ചെയ്യുക, ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുക. ഡിവിഡൻഡ് ഓർ റീറ്റെയിൻഡ് ഏർണിങ്സ് വാട്ടെവർ. ഈ ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് ആണെന്ത്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ള ഫണ്ട്സ്, അതായത് അവർക്കുള്ള ഏർണിങ്സ് ഈ ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് എന്നാണ് കൊടുക്കുക. അപ്പം ഈ ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് ആഡ് ചെയ്ത് ഏർണിങ്സ് ആഫ്റ്റർ ടാക്സിനോട് നമ്മൾ എന്താ ആഡ് ചെയ്യുക, ഇൻട്രസ്റ്റും കൂടി ആഡ് ചെയ്യുക. ഈ ഇൻട്രസ്റ്റ് എന്താ ആഡ് ചെയ്യാൻ കാരണം നമ്മൾ ഈ ഇൻട്രസ്റ്റ് ആണ് ആർക്ക് കൊടുക്കുന്നത്, ഡെപ്റ്റ് ഹോൾഡേഴ്സിന് കൊടുക്കുന്നത്. അപ്പം ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആഫ്റ്റർ ടാക്സ് ആകുമ്പോൾ നമ്മൾ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്നത് എന്താണ്, ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് ആണ്. ഡെപ്റ്റ് ഹോൾഡേഴ്സിന് കൊടുക്കുന്നത് എന്താണ്, ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ അത് രണ്ടും ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ ഇക്വിറ്റി പ്ലസ് ഡെപ്റ്റ്. സിമ്പിൾ. ഓക്കെ, അപ്പം നമ്മൾ ഇങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. എന്താ ഇതിൻ്റെ കോൺസെപ്റ്റ് എന്താ നിങ്ങൾ മനസ്സിലായല്ലോ. ടാക്സ് ഇല്ലാത്തപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, EBIT എന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇൻട്രസ്റ്റിനും ഡിവിഡൻറ്റും എല്ലാവർക്കും EBIT തന്നെ കൊടുക്കും. കാരണം പിന്നെ ടാക്സ് ലെസ് ചെയ്യേണ്ട ആവശ്യമില്ല, അത്രയും നമ്മളുടെ ഏർണിങ്സ് തന്നെയാണ്. എന്നാൽ നമ്മൾ ഈ ഏർണിങ്സ് ടാക്സ് ഉള്ള കേസിൽ എന്താണ്, നമ്മൾ ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് എന്നാണ് എന്ത് ചെയ്യുക, ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുക. ഇൻട്രസ്റ്റ് നമ്മൾ EBIT ലെസ് ചെയ്യും. അപ്പോൾ അതിൽ ഓരോരുത്തർ ഏർണിങ്സ് എടുക്കുക. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഏർണിങ്സ് ഏതാണ്, ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് ആണ്. അതുപോലെ തന്നെ ഡെപ്റ്റ് ഹോൾഡേഴ്സിൻ്റെ ഏതാണ്, ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ അത് രണ്ടും നമുക്ക് കൊടുക്കണം. ഏർണിങ്സ് ആഫ്റ്റർ ടാക്സ് പ്ലസ് ഇൻട്രസ്റ്റ് ഡിവൈഡ് ബൈ ഇക്വിറ്റി പ്ലസ് ഡെപ്റ്റ്. ക്ലിയർ ആണല്ലോ. ഇനി ഇവിടെ പ്രിഫറൻസ് ഷെയർ ഉണ്ടെങ്കിൽ പ്രിഫറൻസ് ഷെയറിനെയും കൂടി ആഡ് ചെയ്യുക. പ്രിഫറൻസ് ഷെയറിൻ്റെ എന്താണോ കോസ്റ്റ്, അതായത് പ്രിഫറൻസ് ഡിവിഡൻഡ് ആഡ് ചെയ്യുക, ഡിവൈഡ് ബൈ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. ഓക്കെ, അത്രയും കൊടുത്താൽ മതി. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇത് മനസ്സിലാക്കിയത് സിമ്പിളാണ്. ന്യൂമറേറ്റർ പ്രീ ടാക്സ് റിട്ടേൺ ഓൺ capital employed is generally preferred. Pre-tax ആണ് നോർമലി നമ്മൾ യൂസ് ചെയ്യാറ്. Sometimes post-tax return on equity computed using EBIT into 1 minus tax. ഇത് വേണ്ട. നമുക്ക്
പ്രീ ടാക്സ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ഇനി ക്വസ്റ്റ്യനിൽ പറയുകയാണെങ്കിൽ ആഫ്റ്റർ ടാക്സ് ആണ് കണ്ടതെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആഫ്റ്റർ ടാക്സ് ആയിട്ട് അതായത് EATയും ഇൻട്രസ്റ്റും കൂടി ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ബൈ ഏതാണോ നമ്മൾ യൂസ് ചെയ്ത ഫണ്ട് അതിനെ കൊണ്ട് ഡിനോമിനേറ്റർ ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ആഫ്റ്റർ ടാക്സ് റിട്ടേൺ കിട്ടും. അപ്പം ഡിനോമിനേറ്റർ എന്താണ്, ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇസിക്കൽ ടു ഇൻവെസ്റ്റ്മെന്റ് ഇസിക്കൽ ടു ഇക്വിറ്റി പ്ലസ് ഡെപ്റ്റ്. സിഗ്നിഫിക്കൻസ് ഓവറോൾ പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ ബിസിനസ് ഓൺ ദ ടോട്ടൽ ഫണ്ട്സ് എംപ്ലോയിഡ്. അതായത് ടോട്ടൽ ആയിട്ടുള്ള ഫണ്ട്സ് എംപ്ലോയിഡ് ചെയ്തിട്ടുള്ളതിൽ നമ്മളുടെ ഓവറോൾ എത്ര പ്രോഫിറ്റബിലിറ്റി ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ റേഷ്യോ നമ്മൾ പഠിക്കുന്നത്. ഈ നെക്സ്റ്റ് റേഷ്യോ എന്ന് പറയുന്നത് റിട്ടേൺ ഓൺ ഇക്വിറ്റി ആണ്. റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ആ വേർഡ് തന്നെ ഉണ്ട് എന്താണെന്ന്, അല്ലെങ്കിൽ റിട്ടേൺ ഓൺ നെറ്റ് വർത്ത്. പ്രീ ടാക്സ് റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ EBT ഡിവൈഡ് ബൈ ഇക്വിറ്റി, പോസ്റ്റ് ടാക്സ് ആണെങ്കിൽ EAT ഡിവൈഡ് ബൈ ഇക്വിറ്റി. ഇത് സിമ്പിൾ, നമ്മൾക്കറിയാലോ. അതായത് EBT വരെ നമ്മൾ മുകളിൽ കണ്ടു, EBTൻ്റെ ബാക്കി വേണമെങ്കിൽ നമുക്ക് എഴുതാം. നിങ്ങൾ ഈ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും ഒന്ന് പഠിച്ചു വെക്കുന്നത് ഏറ്റവും നല്ലതാണെന്നല്ല എന്തായാലും പഠിച്ചു വെക്കണം. EBT ലെസ് ടാക്സ് EAT എന്നാണ് എന്ത്, പ്രിഫറൻസ് ഷെയർ ഉണ്ടെങ്കിൽ പ്രിഫറൻസ് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്ത് അതിന് ശേഷമാണ് ഏണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് വരിക. ബട്ട് നമ്മൾ അധികവും പ്രിഫറൻസ് ഷെയറിനെ നമ്മൾ ചില കേസിലൊന്നും കൺസിഡർ ചെയ്യാറില്ല. പ്രിഫറൻസ് ഷെയർ വരികയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്യേണ്ടത് വെച്ചാൽ പ്രിഫറൻസ് ഡിവിഡൻഡ് യൂസ് ചെയ്തിട്ട് ഏണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഇതായിരിക്കും എന്ത്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഏണിങ്സ് ഇതായിരിക്കും, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഏണിങ്സ്. ഇല്ലാത്ത കേസിൽ നമ്മൾ എന്ത് ചെയ്യുക, EAT ആയിരിക്കും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഏണിങ്സ്. അപ്പോൾ ഈ EAT എന്ന് പറഞ്ഞാൽ എന്താണ്, ആഫ്റ്റർ ടാക്സ് ആണ്. ആഫ്റ്റർ ടാക്സ് നമുക്ക് റിട്ടേൺ കണ്ടുപിടിക്കണമെങ്കിൽ EAT ഡിവൈഡഡ് ബൈ ഇക്വിറ്റി. ബിഫോർ ടാക്സ് ആണെങ്കിൽ EBT ഡിവൈഡഡ് ബൈ ഇക്വിറ്റി. സിമ്പിൾ അല്ലേ. പോസ്റ്റ് ടാക്സ് റിട്ടേൺ ഓൺ ഇക്വിറ്റി ജനറലി പ്രിഫേർഡ് ഫോർ അനാലിസിസ് പർപ്പസ്. അതായത് ഇക്വിറ്റിൻ്റെ കേസിൽ നമ്മൾ EAT ഡിവൈഡ് ബൈ ഇക്വിറ്റി, അതായത് പോസ്റ്റ് ടാക്സ് ആണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, ഇക്വിറ്റി ഓർ നെറ്റ് വർത്ത് ഡിനോമിനേറ്ററിൽ എന്താണ് കൊടുക്കുന്നത്, ഇക്വിറ്റി ഓർ നെറ്റ് വർത്ത് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഓർ പ്രൊപ്പറേറ്റേഴ്സ് ഫണ്ട്. ഇത് റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ മാത്രമല്ല, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസ് ആണ്. ഓക്കെ, അതെപ്പോഴും മനസ്സിലാക്കുക. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ വെറും ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസ് ആണ് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാലാണ് എന്ത്, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാലാണ് എന്ത്, വെറും ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ മാത്രം. പിന്നെ ഇക്വിറ്റിയിൽ പ്രിഫറൻസ് ഷെയർ ഉണ്ടെങ്കിൽ അതും കൂടി ഇക്വിറ്റിയിൽ വരും, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും കൂടി ഇക്വിറ്റിയിൽ വരും. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. കാരണം ഇത് ചില കേസിൽ ഇങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ ആകെ കൺഫ്യൂസ്ഡ് ആയിപ്പോൾ. ഇപ്പോൾ ഇക്വിറ്റിയിൽ എന്ത് വരുന്നുണ്ട്, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും കൂടി ഇക്വിറ്റിയിൽ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, ഇക്വിറ്റി എന്ന് പറയുമ്പോൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, അതുപോലെ തന്നെ റിസർവ്സ് ആൻഡ് സർപ്ലസ്, ഇത് മൂന്നും അടങ്ങിയതാണ് എന്ത്, ഇക്വിറ്റി. ഓക്കെ, അല്ലെങ്കിൽ നെറ്റ് വർത്ത് എന്നും പറയും. നമ്മൾ ചില ടൈമിൽ നമ്മൾ എന്ത് ചെയ്യും, പ്രിഫറൻസ് ഷെയർസിനെ നമ്മൾ എന്ത് ചെയ്യും, ഓണേഴ്സിൻ്റെ അതായത് ഇക്വിറ്റി ഹോൾഡേഴ്സിൻ്റെ പോലെ കാണും. ചില ടൈമിൽ നമ്മൾ എന്ത് ചെയ്യും, ഡെപ്റ്റ് ഹോൾഡേഴ്സിൻ്റെ പോലെ, അതായത് പെട്ടെന്ന് റിട്ടേൺ കൊടുക്കേണ്ട രീതിയിൽ. ഇപ്പോൾ നമ്മൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് എങ്ങനെ റിട്ടേൺ കൊടുക്കുക, അത് നമ്മൾ ഡെപ്റ്റ് ഹോൾഡേഴ്സിന് കൊടുക്കുന്ന പോലെ ഫിക്സഡ് ആയിട്ട് പ്രിഫറൻസ് ഡിവിഡൻഡ് ഇങ്ങനെ ഡിക്ലെയർ ചെയ്യുകയല്ല ചെയ്യുക. അപ്പം അത് ആ കേസ് നോക്കുമ്പോൾ നമ്മൾ ഡെപ്റ്റ് ഹോൾഡേഴ്സിന് മാതിരിയാണ്. പക്ഷെ നമ്മൾ ഇവിടെ നോക്കൂ, നിങ്ങൾ ഓണർഷിപ്പിൻ്റെ ബേസ് നോക്കുമ്പോൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് കഴിഞ്ഞാൽ പിന്നെ കമ്പനീൻ്റെ ഓണർഷിപ്പിൻ്റെ അവകാശമുള്ളത് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലുമായിട്ട് പ്രിഫറൻസ് ഷെയറിന് ബന്ധമുണ്ട്. ഇനി റിട്ടേണിൻ്റെ കാര്യത്തിൽ നോക്കുമ്പം ഡെപ്റ്റുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ രണ്ടും കൂടി നിൽക്കുന്ന ആളാണ് എന്ത്, പ്രിഫറൻസ് ഷെയർ. അപ്പോൾ ഈ പ്രിഫറൻസ് ഷെയർ ഇക്വിറ്റിയിലാണ് വരിക. ഓക്കെ, അത് എവിടെങ്കിലും അങ്ങനെ കുറച്ചൊന്ന് കളിപ്പിക്കാൻ ഐസിക്ക് തോന്നുകയാണെങ്കിൽ അങ്ങനെയൊക്കെ ചോദിക്കാൻ മതി. അപ്പോൾ ആ ടൈം നിങ്ങളൊന്ന് ഇതൊന്ന് ശ്രദ്ധിക്കുക.
അപ്പോൾ ഈ കേസ് പ്രിഫറൻസ് ഡിവിഡൻഡ് ഇക്വിറ്റീൻ്റെ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ഈ ഏർണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് വെച്ച് ചെയ്യേണ്ട, നേരെ EAT വെച്ച് ചെയ്താൽ മതി. കാരണം ഇനി അഥവാ പ്രിഫറൻസ് ഷെയർ ഉണ്ടെങ്കിൽ ഈ ഇക്വിറ്റിയിൽ എന്ത് വരും, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും കൂടി വരും. അപ്പോൾ അതിനെക്കൊണ്ട് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനും ഇക്വിറ്റി ഹോൾഡേഴ്സിനും ഉള്ള റിട്ടേൺ ആണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ അതെന്താണ്, EAT തന്നെയാണ്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് റിട്ടേൺ ഓൺ അസറ്റ്. റിട്ടേൺ ഓൺ അസറ്റ് എന്താണ്? പ്രീ ടാക്സ് റിട്ടേൺ ഓൺ അസറ്റ് എന്ന് പറഞ്ഞാൽ EBT ഡിവൈഡ് ബൈ ആവറേജ് ടോട്ടൽ അസറ്റ്. പോസ്റ്റ് ടാക്സ് റിട്ടേൺ ഓൺ അസറ്റ് EAT ഡിവൈഡ് ബൈ ആവറേജ് ടോട്ടൽ അസറ്റ്. അതായത് നമ്മുടെ അസറ്റിൻ്റെ മുകളിൽ നമുക്ക് എത്ര റിട്ടേൺ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിന് EBT ആണ് നമ്മൾ, പ്രീ ടാക്സ് ആണെങ്കിൽ EBT കൊടുക്കുക, പോസ്റ്റ് ടാക്സ് ആണെങ്കിൽ EAT കൊടുക്കുക, നിങ്ങൾക്ക് അറിയാലോ. അപ്പം നോമിനേറ്റർ എന്താണ്? പ്രീ ടാക്സ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ യൂസ്ഡ് ഫോർ അനാലിസിസ് പർപ്പസ്. പ്രീ ടാക്സ് ആണ് നമ്മൾ കൂടുതലും അനാലിസിസിന് യൂസ് ചെയ്യുന്നതാണെന്ന് പറയുന്നത്. ആവറേജ് ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് അസറ്റ്സ്. ഓപ്പണിംഗ് ക്ലോസിങ്ങിൻ്റെ അസറ്റ്സിൻ്റെ ആവറേജ് എടുത്തിട്ട് അതിനെയാണ് എന്ത്, റിട്ടേൺ ഓൺ അസറ്റ് എന്ന് പറയുന്നത്. യൂസ്ഡ് ഫോർ അനാലിസിസ്. ഏണിങ്സ് പെർ ഷെയർ. ഏണിങ്സ് പെർ ഷെയർ ഒരു AS തന്നെ ഉണ്ട്, AS20 ആണെന്ന് തോന്നുന്നു. AS20 ഏണിങ്സ് പെർ ഷെയർ, EPS എന്ന് പറഞ്ഞിട്ട് അക്കൗണ്ട്സ് പഠിപ്പിച്ചിട്ടുണ്ടാവും. അത് തന്നെയാണ് ഇവിടെ. അതായത് നമ്മൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഏണിങ്സ്, ഇതിനാണ് റെസിഡൽ ഏണിങ്സ് എന്നും പറയും. ഷെയർ ഹോൾഡേഴ്സിൻ്റെ, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഏണിങ്സ്. ഇതെന്താണ്? EAT അല്ലെങ്കിൽ ഏണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഉണ്ടാവും. ഈ EAT വരുന്ന കേസ് പ്രിഫറൻസ് ഷെയർ ഒന്നും ഇല്ലെങ്കിൽ EAT ആണ്, അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർ ഉണ്ടെങ്കിൽ പ്രിഫറൻസ് ഡിവിഡൻഡ് കഴിഞ്ഞിട്ടുള്ള ഏണിങ്സ് അവൈലബിൾ ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ആണ് എന്ത്, റെസിഡ്യൂവൽ ഏണിങ്സ് എന്ന് പറയുന്നത്. ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. എത്ര നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ഉണ്ടോ അതാണ്. അതായത് ഏണിങ്സ് പെർ ഷെയർ എന്ന് പറഞ്ഞാൽ ഒരു ഷെയറിൻ്റെ മുകളിൽ നമുക്ക് കിട്ടുന്ന റിട്ടേൺ എത്രയാണെന്നുള്ളതാണ് EAT-നെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇതൊക്കെ നമുക്ക് അനാലിസിസ് പർപ്പസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. കാരണം ഒരു ഷെയറിന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ നോക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് EPS എത്ര ഉണ്ട്. നമ്മളൊരു സ്റ്റോക്കിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പം അവിടെ നമ്മുടെ ബ്രോക്കറിൻ്റെ ഇതിൽ എഴുതി കാണിച്ചിട്ടുണ്ടാവും EPS ഇത്ര ഉണ്ട്, EPS 2 ആണ്, 3 ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടാവും. അപ്പോൾ അത് നമ്മളൊരു ഷെയർ വാങ്ങാന്ന് പറയുമ്പം ഒരു 100 rupees ഷെയർ വാങ്ങണതിന് മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ 100 ഉണ്ട്, EPS ഒരു 3 ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ്, ഒരു നല്ല അത്യാവശ്യം കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം EPS 3 റുപ്യ EPS ഉണ്ട്, അതിൻ്റെ മാർക്കറ്റ് വാല്യൂ 100 ഉണ്ട്. അപ്പം ഇങ്ങനെ ഒരു ഷെയർ ആയിട്ട് നമുക്ക് ഓരോ ഷെയറിൻ്റെ അനാലിസിസ് നമ്മൾ നടത്തുമ്പോഴും അതിന് നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ EPS നോക്കണം. അപ്പം ഇതെപ്പോഴും ഉപകാരപ്പെടുകയെന്ന് വെച്ചാൽ ഈ മാർക്കറ്റ് പ്രൈസ് നോക്കുമ്പോൾ ഇതൊരു കമ്പനിയാണ്, ഇതൊരു വലിയ കമ്പനി, ഒരു റിലയൻസ് പോലത്തെ ഒരു കമ്പനിയാണ്. കമ്പനിയിൽ നമ്പർ ഓഫ് ഷെയർസ് ഒരു 10,000 ഉണ്ട്, 10,000 ഷെയർസ് ഉണ്ട്. അപ്പം ഇതിൻ്റെ EPS ടോട്ടലായിട്ടുള്ള ഏണിങ്സ് എന്ന് പറയുന്നത് 30,000 റുപ്യാണ്. ഇനി വേറൊരു കമ്പനി ഉണ്ട്, ഈ കമ്പനീൻ്റെ പേര് ബീറ്റ ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ട്. അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് എത്രയാണ്? 100 തന്നെയാണ്. അതിൻ്റെ EPS എത്രയാണ്? അതിൻ്റെ EPS 3 തന്നെയാണ്. ബട്ട് ആടെ നമ്പർ ഓഫ് ഷെയർസ് എത്രയാണുള്ളത്? 5,000 നമ്പർ ഓഫ് ഷെയർസ് ആണുള്ളത്. അപ്പോൾ ഏണിങ്സ് ശരിക്കുള്ളത് 15,000 ആണ് ഏണിങ്സ് ഉള്ളത്. അപ്പം അപ്പം ഈ കമ്പനി വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വേണ്ട, ഇത് EPS ഇവിടെ 4 ആണ്, ഇവിടെ 20,000 ആണ് ഏണിങ്സ്. അപ്പോൾ നമ്മൾ കമ്പനി ഹോളായിട്ടാണ് നോക്കുന്നത് വെച്ചാൽ നമുക്ക് ഏതാണ് ബെറ്റർ ആയിട്ട് തോന്നുക? ഇവിടെ ഏണിങ്സ് 30,000 ഉണ്ട്, ഇവിടെ ഏണിങ്സ് 20,000 ഉള്ളൂ. അപ്പം റിലയൻസ് ആയിരിക്കും നമുക്ക് കുറച്ചുകൂടി നല്ല കമ്പനി ആയിട്ട് തോന്നുക.
ബട്ട് നമ്മൾ പെർ യൂണിറ്റ് അതായത് EPS എടുത്ത് നോക്കുമ്പം ഏണിങ്സ് പെർ ഷെയർ എടുത്ത് നോക്കുമ്പം ഏതിനാണ് കൂടുതൽ? EPS നമ്മളുടെ ബിടെക് ആണ് കൂടുതൽ. കാരണം ഇവിടെ 5000 ഷെയർസേ ഉള്ളൂ. ആ 5000 ഷെയർസിൻ്റെ റിട്ടേൺ ആണ് എന്ത്? 20,000. അപ്പോൾ ഒരു ഷെയറിന് നമുക്ക് റിട്ടേൺ 4 rupees കിട്ടുന്നുണ്ട്. അതേസമയം ഇവിടെ 30,000 ഏണിങ്സ് ഉണ്ടെങ്കിലും 10,000 ഷെയർസ് ഉണ്ട് അവിടെ. അപ്പോൾ ഒരു ഷെയറിന് ഇവിടെ ₹3 ആണ് റിട്ടേൺ കിട്ടുന്നത്. അപ്പം ഇങ്ങനെ ഓരോ ഷെയറിൻ്റെയും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഓരോ ഷെയറിൻ്റെയും റിട്ടേൺ എത്ര ഉണ്ടെന്ന് അറിഞ്ഞാലാണ് നമ്മൾ കമ്പനി ഹോളായിട്ട് നോക്കുമ്പോൾ ചിലപ്പം ഡിഫറൻസ് നോക്കുമ്പോൾ ചിലത് നല്ല കമ്പനി നമുക്ക് എന്തായിട്ട് തോന്നാം, ചീത്തയായിട്ട് തോന്നാം. അതായത് ഈ കമ്പനി ഇത് രണ്ടും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ 20,000 ആണ് ഏണിങ്സ്, ഇവിടെ 30,000 ആണ്. അപ്പോൾ ഈ കേസിൽ നമുക്ക് പെട്ടെന്ന് ഒറ്റനോട്ടം നോക്കിയാൽ എന്താണ് തോന്നുക? ഈ കമ്പനിയിലെ ഏണിങ്സ് കുറവാണ്, ഇവിടെ കൂടുതലാണെന്നാണ് തോന്നുന്നത്. പക്ഷെ നമ്മൾ ശരിക്കും ഒന്ന് EPS വെച്ച് നോക്കുകയാണെങ്കിൽ ശരിക്കും ഇവിടെയാണ് എന്ത്? ഒരു ഷെയറിൻ്റെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ബീറ്റ ലിമിറ്റഡ് ആണ് ഏറ്റവും നല്ലതെന്ന് തോന്നും. അപ്പം ഇങ്ങനത്തെ കേസിലൊക്കെ നമുക്ക് ഏണിങ്സ് പെർ ഷെയർ യൂസ് ചെയ്യാൻ വളരെ ഉപകാരപ്പെട്ട സാധനമാണ്. ഏണിങ്സ് പെർ ഷെയർ ഒരു ഇമ്പോർട്ടൻ്റ് ഐറ്റമാണ്. നെക്സ്റ്റ് ഡിവിഡൻഡ് പെർ ഷെയർ. അത് ഏണിങ്സ് പെർ ഷെയർ പോലെ തന്നെ ഉള്ളൊരു സംഭവമാണ് ഡിവിഡൻഡ് പെർ ഷെയർ. ടോട്ടൽ ഇക്വിറ്റി ഡിവിഡൻഡ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ടഡ് കമ്പനീസ് ഷെയർ ഹോൾഡേഴ്സ് ആസ് പെർ അബോവ്. ഇത് നമ്മൾ നേരത്തെ മുകളിൽ എന്താ പറഞ്ഞത്? മുകളിൽ ഏണിങ്സിൻ്റെ കാര്യം പറഞ്ഞു. അതേപോലെ തന്നെ ആ ഏണിങ്സിന് പകരം ജസ്റ്റ് ഒന്ന് ഡിവിഡൻഡ് ആയെന്ന് മാത്രം. അതായത് നമ്മൾ കമ്പനി ഹോളായിട്ട് ചിലപ്പം ഒരു 30,000 ഇപ്പം ഇതേ കേസിന് എടുക്കും, മുകളിലത്തെ അതേ കേസിന് എടുക്കുകയാണെങ്കിൽ കമ്പനി ഹോളായിട്ട് ഒരു 30,000 ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തു. വേറൊരു എക്സാമ്പിൾ എടുക്കും. ABC ലിമിറ്റഡ് UP ലിമിറ്റഡ്. ABC ലിമിറ്റഡിൽ മാർക്കറ്റ് പ്രൈസ് 100 ആണ്. ഡിവിഡൻഡ് പെർ ഷെയർ ₹10 ആണ്. ജസ്റ്റ് ഇമാജിനറി ആണ്. ₹10 ആണ്. ഡിവിഡൻഡ് പെർ ഷെയർ ₹10 ആണ്. അപ്പം നമ്പർ ഓഫ് ഷെയർസ് ഇവിടെ ഉള്ളത് 10,000 ഷെയർസ് ഉണ്ട്. അപ്പം 1 lakh ആണ് ഇവിടെ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. ടോട്ടൽ ഡിവിഡൻഡ് ഇവിടെ ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് 1 lakh ആണ്. നെക്സ്റ്റ് വേറൊരു കമ്പനി ഉണ്ട്. മാർക്കറ്റ് പ്രൈസ് 100 തന്നെയാണ്. ഡിവിഡൻഡ് പെർ ഷെയർ ₹10 ആണ്. ₹10 അല്ല, ₹20 ആണ്. ഇവിടെ നമ്പർ ഓഫ് ഷെയർസ് ഉള്ളത് 2,000 ആണ്. ടോട്ടൽ ഡിവിഡൻഡ് 2,000 into 20 40,000 ആണ് ഇവിടെ ടോട്ടൽ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മളിവിടെ നേരത്തെ അതേ കേസ് പോലെ തന്നെ ഒറ്റ നോട്ടത്തിൽ നോക്കുകയാണെങ്കിൽ UP ലിമിറ്റഡ് 40,000 ആണ് ടോട്ടൽ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. ABC ലിമിറ്റഡ് 1 lakh ആണ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. ബട്ട് നമ്മൾ നോക്കുമ്പോൾ ശരിക്കും UP ലിമിറ്റഡ് ഒരു ഷെയറിന് ₹20 വെച്ച് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതേ സമയത്ത് ABC ലിമിറ്റഡ് ₹10 ആണ്. അപ്പോൾ നമ്മൾ പെർ യൂണിറ്റ് ഷെയർ, അതായത് ഡിവിഡൻഡ് പെർ ഷെയർ നോക്കുമ്പോഴാണ് നമുക്ക് ഒരു കമ്പനി എത്രയാണ് ഒരു ഷെയറിൻ്റെ മുകളിൽ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളതെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ നേരത്തെ അതേപോലെ തന്നെ ടോട്ടൽ ഇക്വിറ്റി, നേരത്തെ EPS ടോട്ടൽ ഏണിങ്സ് ആണെങ്കിൽ ഇവിടെ ടോട്ടൽ ഇക്വിറ്റി ഡിവിഡൻഡ് എത്ര ഡിവിഡൻഡ് ആണ് ടോട്ടലായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് എത്ര ഉണ്ട് അത്. അപ്പം നമുക്ക് എന്ത് കിട്ടും? ഡിവിഡൻഡ് പെർ ഷെയർ കിട്ടും. ഈ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ. ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ ഏണിങ്സ് പെർ ഷെയർ. അതായത് നിങ്ങൾക്ക് DPS ഉണ്ട്, ഡിവിഡൻഡ് പെർ ഷെയർ ഉണ്ട്, EPS ഉണ്ട്, ഏണിങ്സ് പെർ ഷെയർ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും അറിയാമെങ്കിൽ
എന്ത് ചെയ്യാം, ഡിവിഡൻഡ് പെർ ഷെയർ ഡിവൈഡ് ബൈ EPS ചെയ്താൽ എന്ത് കിട്ടും, ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ. അതായത് നമ്മുടെ കയ്യിൽ ഇതിപ്പോൾ ഒരു 100 ഉണ്ട്, ഇതൊരു 50 ഉണ്ട്, ഇപ്പോൾ 50%. ഇതെന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മുടെ കമ്പനിക്ക് ഒരു 100 റുപ്പീസ് 100 റുപ്പീസ് ഏണിങ്സ് ഉണ്ടെങ്കിൽ അതിൽ നിന്നും എത്ര പെർസെൻറ്റേജ് നമ്മൾ എന്തായിട്ട് ഡിവിഡൻഡ് ആയിട്ട് ഡിക്ലെയർ ചെയ്തു എന്നുള്ളതാണ് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ. ഓക്കെ, അതാണ് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ. ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോയും ഡിവിഡൻഡ് റേഷ്യോയും ഒക്കെ വ്യത്യാസം ഉണ്ടാവും. നമ്മൾ കമ്പനീസ് ആക്ടിലൊക്കെ പഠിച്ചിട്ടുള്ള ഡിവിഡൻഡ് ഡിക്ലെയർഡ് അറ്റ് ദ റേറ്റ് ഓഫ് 10% എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഫേസ് വാല്യൂവിൻ്റെ മുകളിൽ 10% കൊടുക്കുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ അതുപോലെയല്ല ഇത് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ സെപ്പറേറ്റ് ആണ്. അതായത് ഡിവിഡൻഡ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ ഏണിങ്സ് പെർ ഷെയർ. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ടോട്ടൽ ഇത് വേണമെങ്കിൽ ടോട്ടൽ ഡിവിഡൻഡ് ബൈ ടോട്ടൽ ഏണിങ്സ് വേണമെങ്കിൽ ആക്കാം. ഡിവിഡൻഡ് പെർ ഷെയറിന് പകരം ടോട്ടലായിട്ടുള്ള ഡിവിഡൻഡ് ടോട്ടലായിട്ടുള്ള ഏണിങ്സ് വേണമെങ്കിൽ ആക്കാം. അപ്പം ടോട്ടലായിട്ടുള്ള ഡിവിഡൻഡ് ഡിവൈഡ് ബൈ ടോട്ടലായിട്ടുള്ള, അതായത് നമ്മുടെ ഏണിങ്സിൽ നിന്നും എത്ര പെർസെൻറ്റേജ് ആണ് നമ്മൾ ഡിവിഡൻഡ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള റേഷ്യോ ആണ് എന്ത്, ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ. അപ്പോൾ ഇതിൻ്റെ വേറൊരു റേഷ്യോ ഉണ്ട്, റിട്ടൻഷൻ റേഷ്യോ. റിട്ടൻഷൻ റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയാണ് ഡിവിഡൻഡ് നമ്മൾ കീപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത്, ഡിവിഡൻഡ് അല്ല, എത്ര ഏണിങ്സ് ആണ് നമ്മൾ റീറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നുള്ളതിനാണ് റിട്ടൻഷൻ റേഷ്യോ എന്ന് പറയുന്നത്. റിട്ടൻഷൻ റേഷ്യോ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, 1 മൈനസ് ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ ആണ്. അതായത് ഡിവിഡൻഡ് പേ ഔട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഡിവിഡൻഡ് ആയിട്ട് കൊടുക്കാതെ നമ്മൾ സൂക്ഷിച്ച് വെച്ചത് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ. അതായത് എത്രയാണ് കൊടുത്തത് കുറച്ചാൽ പോരെ, ഒന്നിന്ന് എത്രയാണ് കൊടുത്തത് അത് കുറച്ചാൽ മതി. അപ്പോൾ ഈ കേസിൽ 50 തന്നെയാണ്, 50 ഡിവൈഡ് ബൈ 100 തന്നെയാണ് വരിക. അപ്പോൾ ഇനി അതെങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ റിട്ടൻഷൻ, ഇപ്പോൾ നമ്മൾ റീറ്റെയിൻഡ് ഏണിങ്സ് എത്രയാണ് നോക്കുക, റീറ്റെയിൻഡ് ഏണിങ്സ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏണിങ്സ്. അപ്പം നമുക്ക് എന്ത് കിട്ടും, റിട്ടൻഷൻ റേഷ്യോ കിട്ടും. റിട്ടൻഷൻ റേഷ്യോ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, കോസ്റ്റ് ഓഫ് ക്യാപിറ്റലാന്ന് തോന്നുന്നു, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള റേഷ്യോ ആണ്. അപ്പോൾ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ് പെർ ഷെയർ ഡിവൈഡ് ബൈ ഏണിങ്സ് പെർ ഷെയർ. അപ്പം DPS ആസ് പെർ എബോവ് ആണെന്ത് ന്യൂമറേറ്റർ, EPS ആസ് പെർ എബോവ് ആണെന്ത് ഡിനോമിനേറ്റർ. പെർസെൻറ്റേജ് ഓഫ് EPS പെയ്ഡ് ഔട്ട് ഓഫ് ദ ബാലൻസ് റീറ്റെയിൻഡ്, പെയ്ഡ് ഔട്ട് ആൻഡ് ബാലൻസ് റീറ്റെയിൻഡ്. അതായത് ഈ എത്ര പെർസെൻറ്റേജ് ആണ് ഡിവിഡൻഡ് ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്, ബാക്കിയുള്ളത് എത്രയാണ് റീറ്റെയിൻ ചെയ്തിട്ടുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള റേഷ്യോ ആണെങ്കിൽ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ. ഓക്കെ, ഇനി നെക്സ്റ്റ് പ്രൈസ് ഏർണിംഗ് റേഷ്യോ അഥവാ PE റേഷ്യോ. ഇത് നമ്മൾ സ്റ്റോക്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റേഷ്യോ ആണ് പ്രൈസ് ഏർണിംഗ് റേഷ്യോ. ഈ പ്രൈസ് ഏർണിംഗ് റേഷ്യോ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ EPS ആണ്. അതായത് ഇതെന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മളുടെ കമ്പനിയിൽ ഇപ്പം എത്ര ഏണിങ്സ് ഉണ്ട്, ഒരു 100 റുപ്പീസിൻ്റെ ഏണിങ്സ് ഉള്ള EPS ഉള്ള കമ്പനി, ആ കമ്പനീൻ്റെ ഇപ്പോഴത്തെ ഷെയറിൻ്റെ പ്രൈസ് ഒരു 10,000 ആണെന്ന് വിചാരിച്ചോളൂ. 10,000 റുപ്പീസൊക്കെ ഏണിങ്സിൽ ഷെയറിൻ്റെ വാല്യൂ ഉള്ള കമ്പനിയാണെങ്കിൽ 10,000 ഡിവൈഡഡ് ബൈ 100 ആണ് ആ കമ്പനിയുടെ PE റേഷ്യോ. 10,000 ഡിവൈഡ് ബൈ 100 ഈക്വൽ ടു 100, അതായത് 100 ആണ് PE റേഷ്യോ. അപ്പോൾ ഈ PE റേഷ്യോ എന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഡിഫറെൻറ്റ് ഇൻഡസ്ട്രീസ് ഉണ്ടാവും, അല്ല ഒരു ഇൻഡസ്ട്രിയിൽ തന്നെ ഡിഫറെൻറ്റ് കമ്പനീസ് ഉണ്ടാവും. അപ്പോൾ ആ ഇൻഡസ്ട്രി ഹോളായിട്ട്, അതായത് ഇപ്പോൾ നമ്മൾ ഇപ്പം നമ്മുടെ ഇൻഡസ്ട്രി ഒരു ക്ലോത്തിങ് ഇൻഡസ്ട്രിയാണ്. അല്ലെങ്കിൽ ക്ലോത്തിങ് വേണ്ട, FMCG ആക്കാം. FMCG ആണ്, അതായത് ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ് ആണ്. അതിൽ ഏതൊക്കെ ഉണ്ട്, HUL ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ DMart ഉണ്ട്,
അതുപോലത്തെ കുറച്ച് കമ്പനീസ് ഉണ്ട്. അപ്പോൾ ഈ കമ്പനീസിൻ്റെ ഒക്കെ പി റേഷ്യോ നമ്മൾ നോക്കുക. അപ്പോൾ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ആയിട്ട്, അതായത് ഇൻഡസ്ട്രിയിൽ ആവറേജ് ആയിട്ടുള്ള ഒരു പി റേഷ്യോ ഉണ്ടാവും. ഇപ്പോൾ ഒരു 40 അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ. 40 ആണ് നമ്മളെ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പി റേഷ്യോ എന്ന് വെച്ചാൽ. ഇപ്പം നമുക്കൊരു ഈ കമ്പനീൻ്റെ പി റേഷ്യോ 20, ഇതിൻ്റെ പി റേഷ്യോ 45 ആണെന്ന് വിചാരിച്ചാൽ, ഇത് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഈ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ആയിട്ട് 40 ഉണ്ട്. അപ്പം ഈ കമ്പനി എന്ന് പറഞ്ഞാൽ പി കുറഞ്ഞ കമ്പനി, അതായത് പ്രൈസ് ഏണിംഗ് റേഷ്യോ കുറഞ്ഞ കമ്പനിയാണ്. അതായത് ഇതിന് ഏണിങ്സ് ഉണ്ട്, ബട്ട് മാർക്കറ്റ് പ്രൈസ് ഏണിങ്സിൻ്റെ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡിൻ്റെ അനുസരിച്ച് മാർക്കറ്റ് പ്രൈസ് അത്ര കൂടിയിട്ടില്ല. അപ്പം ഇത് ഇനിയും മാർക്കറ്റ് പ്രൈസ് കൂടാൻ ചാൻസ് ഉണ്ട് എന്നാണ് ഇതിൻ്റെ മീനിങ്. മാർക്കറ്റ് പ്രൈസ് കൂടാൻ ചാൻസ് ഉണ്ട്, കാരണം ഇവിടെ 20 ആയിട്ടുള്ളൂ, നമ്മൾ 40 വരെ ആവാനുണ്ട്. അപ്പോൾ ഇത് നേരെ ഡബിൾ ആവാൻ ചാൻസ് ഉണ്ട്, കാരണം ഇതൊരു അണ്ടർ വാല്യൂഡ് സ്റ്റോക്ക് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം സിറ്റുവേഷനിൽ. അപ്പോൾ ഇത് പി റേഷ്യോ കുറവ് എന്ന് പറഞ്ഞാൽ കുറച്ച് അണ്ടർ വാല്യൂഡ് ആണ്, അതായത് ഇതിൻ്റെ മാർക്കറ്റ് പ്രൈസ് ഇനിയും കൂടാനുണ്ടാവും. ഇത് ബട്ട് ഫോർ സം റീസൺസ് നമ്മൾ അതർ റീസൺസ് കൂടി നോക്കുമ്പോൾ ചിലപ്പോൾ എന്തായിരിക്കും അത് അത്ര തന്നെ കിടക്കുള്ളൂ. അപ്പോൾ ഈ പി റേഷ്യോ വെച്ച് നമുക്കൊരു ജസ്റ്റ് ഫസ്റ്റ് ഇംപ്രഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനിയും ഷെയറിൻ്റെ പ്രൈസ് കൂടാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. എന്നിട്ട് നമ്മൾ വേറെ കാര്യങ്ങൾ നോക്കുമ്പോൾ കൂടുമല്ലേന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാം. അപ്പോൾ ഈ പി റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഷെയറിൻ്റെ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യാൻ, അതായത് ഇനി ഭാവിയിലേക്ക് കൂടുക, നമ്മൾ റീറ്റെയിൻ ചെയ്യണോ വേണ്ടേ എന്നൊക്കെ നമ്മളൊന്ന് ഡിസൈഡ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന റേഷ്യോ ആണ് എന്ത്, പി റേഷ്യോ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഈ ഡിമാൻഡിൻ്റെ കേസ് നോക്കുമ്പോൾ 45 ആയിട്ടുണ്ട് പി റേഷ്യോ. അപ്പോൾ ഈ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡിൽ അത്ര തന്നെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല, ചിലതിന് കുറച്ചുകൂടി കൂടുതലായിരിക്കും, ചിലതിന് കുറച്ച് കുറഞ്ഞെന്ന് വരും. അപ്പോൾ നമ്മളൊരു സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുമ്പോൾ ഇത് ഓവർ വാല്യൂഡ് ആണ്. കാരണം ഇതിൻ്റെ ഇ പി എസിനേക്കാളും 40 ടൈംസ്, ഇ പി എസിൻ്റെ 40 ടൈംസ് എന്തുണ്ട്, ഇതിൻ്റെ മാർക്കറ്റ് പ്രൈസ് ഉണ്ട്. അപ്പോൾ ഇത്രയും പ്രൈസ് ചിലപ്പോൾ ഇതിന് ഉണ്ടാവില്ല. അപ്പോൾ ഇനി ഇത് താഴത്തേക്ക് വരുന്നു, അതായത് കുറയാൻ ചാൻസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാമാണെങ്കിൽ. അപ്പോൾ ഇങ്ങനത്തെ നമ്മളെ ഡിസിഷൻസ്, ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടെന്നുള്ള ഡിസിഷൻസ് എടുക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു റേഷ്യോ ആണ് എന്ത്, പി റേഷ്യോ, പ്രൈസ് ഏണിംഗ് റേഷ്യോ. അപ്പോൾ ഇതെങ്ങനെയാണ്, മാർക്കറ്റ് പ്രൈസ് ഡിവൈഡ് ബൈ ഏണിങ്സ് പെർ ഷെയർ, മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ഡിവൈഡ് ബൈ ഏണിങ്സ് പെർ ഷെയർ. ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഈ റേഷ്യോസ് ഒക്കെ നിങ്ങൾക്ക് കാണാം. പ്രൈസ് ഏണിംഗ് റേഷ്യോ കാണാം, ഇ പി എസ് കാണാം, അതുപോലെ തന്നെ ഇനി നെക്സ്റ്റ് വരാൻ പോകുന്ന ഡിവിഡൻഡ് ഈൽഡ് ഉണ്ട്, അതും കാണാം. അപ്പോൾ ഇതിലെന്താണ് MPS, ആവറേജ് മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ, ഓർ ക്ലോസിംഗ് മാർക്കറ്റ് പ്രൈസ് ആസ് പെർ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കൊട്ടേഷൻ. ഒന്നെങ്കിൽ ആവറേജ് ആയിട്ടുള്ള ഒരു ഡേയിലുള്ള മാർക്കറ്റ് പ്രൈസ് എടുക്കുക, അല്ലെങ്കിൽ ക്ലോസിംഗ് ആയിട്ടുള്ള മാർക്കറ്റ് പ്രൈസ് എടുക്കുക. EPS കാൽക്കുലേറ്റഡ് ഇൻ എബവ്, അതായത് EPS നമ്മൾ നേരത്തെ പറഞ്ഞ EPS തന്നെ. മാർക്കറ്റ് പ്രൈസ് ഡിവൈഡ് ബൈ EPS ചെയ്താൽ EPSൻ്റെ എത്ര ടൈംസ് ആണ് ഇപ്പോഴത്തെ മാർക്കറ്റ് വാല്യൂ ഉള്ളത്, അപ്പോൾ അത് ഇനി എത്ര കൂടാം, അങ്ങനത്തെ അതിന് വേണ്ടിയിട്ടാണ് എന്ത് നമ്മൾ ഈ പി റേഷ്യോ കണ്ടെത്തുന്നത്. ഓക്കെ ആണല്ലോ. ഇൻഡിക്കേറ്റ്സ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ MPS ആൻഡ് EPS, ഹെൽപ്സ് ടു ഫൈൻഡ് വെദർ സ്റ്റോക്ക് ഈസ് അണ്ടർ വാല്യൂഡ് ഓർ ഓവർ വാല്യൂഡ്. കേട്ടോ, ഇതിനാണ്, അതായത് ഇപ്പോൾ സ്റ്റോക്കിൻ്റെ വാല്യൂ കുറവാണോ അല്ലെങ്കിൽ ഓൾറെഡി കുറവാണോ അല്ലെങ്കിൽ കൂടിയിട്ടാണോ ഉള്ളത് എന്ന് അറിയണമെങ്കിൽ നമുക്ക് ഈ റേഷ്യോ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് റേഷ്യോ എന്താണ്, ഡിവിഡൻഡ് ഈൽഡ് റേഷ്യോ. ഡിവിഡൻഡ് ഈൽഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിവിഡൻഡ് DPS പഠിച്ചു, അതായത് ഡിവിഡൻഡ് പെർ ഷെയർ ആണ്. ഡിവിഡൻഡ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഷെയർ ആണ് ഡിവിഡൻഡ് പെർ ഷെയർ. അതുപോലെ തന്നെ ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ പഠിച്ചു, ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ ഏണിങ്സ് പെർ ഷെയർ. ഡിവിഡൻഡ് പെർ ഷെയർ ഡിവൈഡ് ബൈ ഏണിങ്സ് പെർ ഷെയർ, അതായത് ഏണിങ്സിൽ നിന്നും എത്ര ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നു എന്നുള്ളതിൻ്റെ റേഷ്യോ ആണെന്ത്, ഡിവിഡൻഡ് പെർ ഷെയർ, ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഡിവിഡൻഡ് ഈൽഡ് റേഷ്യോ ആണ്. ഡിവിഡൻഡ് ഈൽഡ് എന്ന് പറഞ്ഞാൽ
ഗീൽഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഏണിങ്സ് എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് ഒരു ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കൊണ്ട്, നമ്മളൊരു ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, മാർക്കറ്റ് പ്രൈസിലായിരിക്കും നമ്മൾ ഷെയർ വാങ്ങുന്നത്. നമ്മൾ സ്റ്റോക്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയാണ് നമ്മൾ ലിസ്റ്റഡ് ഷെയർസ് വാങ്ങുന്നത്. അപ്പോൾ ലിസ്റ്റഡ് ഷെയർസിന് മാർക്കറ്റ് പ്രൈസ് അനുസരിച്ചാണ് നമുക്ക് വാങ്ങാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യമേ വാങ്ങുകയാണെങ്കിൽ അത് ഇഷ്യൂ ചെയ്യുന്ന ടൈമിലേ നമുക്ക് വാങ്ങാൻ കഴിയണം. അപ്പം അങ്ങനെ വാങ്ങാൻ കഴിയാത്ത ടൈമിൽ നമുക്ക് എന്താ, ഈ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനിൽ നമുക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോവുക. അതിൽ മാർക്കറ്റ് പോലെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവിടെ കുറേ ആൾക്കാർ ഷെയർസ് വിൽക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും, വാങ്ങാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ വിൽക്കാൻ താല്പര്യമുള്ള ആൾക്കാരിൽ നിന്ന് നമ്മൾ വാങ്ങുന്നു. അപ്പോൾ അവിടെ ഷെയറിൻ്റെ പ്രൈസ് ആൾക്കാരെ ഡിമാൻഡ് സപ്ലൈ അനുസരിച്ച്, അതിൻ്റെ എക്കണോമിക്സ് ഒക്കെ പഠിച്ചതല്ലേ നിങ്ങൾ, ഡിമാൻഡ് സപ്ലൈക്ക് അനുസരിച്ച്, അതുപോലെ തന്നെ സ്റ്റോക്കിൻ്റെ പുതിയ പുതിയ റിസൾട്ട്സ് ഏണിങ്സ് ഒക്കെ അനുസരിച്ച് അതിൻ്റെ പ്രൈസ് ഇങ്ങനെ കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. അപ്പം അതനുസരിച്ച് നമ്മളൊരു എന്ത് ചെയ്യുന്നു, അങ്ങനെ ഒരു ഷെയർ വാങ്ങണമെങ്കിൽ അപ്പം നമ്മൾ എന്താ കൊടുക്കേണ്ടത്, മാർക്കറ്റ് പ്രൈസ് ആണ് കൊടുക്കേണ്ടത്. അപ്പം ഈ മാർക്കറ്റ് പ്രൈസ് കൊടുത്തിട്ട് നമ്മൾ ഒരു ഷെയർ വാങ്ങുമ്പോൾ ഒരു 100 റുപ്പീസ് മാർക്കറ്റ് പ്രൈസുള്ള ഷെയർ നമ്മൾ വാങ്ങി. അപ്പോൾ ഈ മാർക്കറ്റ് പ്രൈസുള്ള ഷെയർ വാങ്ങി ഒരു 2 മാസം കഴിഞ്ഞ് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തു. ഡിവിഡൻഡ് എത്രയാണ്, ₹2 ആണ്. അപ്പോൾ നമ്മൾ ഈ 100 റുപ്പീസ് കൊടുത്ത് വാങ്ങിയ ഷെയർ ₹2 ആയി. ₹2ൻ്റെ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തു. അപ്പം ഈ ഡിവിഡൻഡ് ഈൽഡ് റേഷ്യോ എന്നുള്ളതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ്, അതായത് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുമ്പോഴുള്ള മാർക്കറ്റ് പ്രൈസ് ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുമ്പോഴുള്ള ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ്. എത്രയാണ് മാർക്കറ്റ് പ്രൈസ്, 100 ഈക്വൽ ടു 2% ആണ് എന്താ ഡിവിഡൻഡ് ഈൽഡ് റേഷ്യോ എന്ന് പറഞ്ഞാൽ. അതായത് നമ്മളെ മാർക്കറ്റ് പ്രൈസിൻ്റെ 2%, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ 2% നമുക്ക് റിട്ടേൺ കിട്ടിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. അതായത് ഡിവിഡൻഡ് ഈൽഡ് റേഷ്യോ നമ്മൾ മാർക്കറ്റ് പ്രൈസിന് ആനുപാതികമായിട്ട്, മാർക്കറ്റ് പ്രൈസിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് എത്ര പെർസെൻറ്റേജ് ആണ് നമ്മുടെ ഡിവിഡൻഡ്, അതാണ് എന്ത് ഡിവിഡൻഡ് ഈൽഡ് റേഷ്യോ. ഓക്കെ, ഇതായിട്ട് കൊണ്ട് മാറിപ്പോയത് ഒന്ന് നല്ലോണം മനസ്സിലാക്കി വെക്കുക. ഡിവിഡൻഡ് ഡിവൈഡ് ബൈ മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ. ഡിവിഡൻഡ് ആണ് എന്ത് ന്യൂമറേറ്റർ, മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ആണ് എന്ത് ഡിനോമിനേറ്റർ. ട്രൂ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ബേസ്ഡ് ഓൺ മാർക്കറ്റ് വാല്യൂ, അതായത് മാർക്കറ്റ് വാല്യൂവിൻ്റെ ബേസിൽ നമ്മളുടെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണെന്നുള്ളതാണ്. അങ്ങനെ നമ്മളൊരു ഓണേഴ്സിൻ്റെ, അതായത് ഇൻവെസ്റ്റേഴ്സിൻ്റെ വ്യൂ പോയിന്റിൽ നിന്നാണ് നമ്മൾ ഈ റേഷ്യോസ് ഒക്കെ ചിന്തിക്കേണ്ടത്. അപ്പം നമ്മളൊരു ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്താൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് മാർക്കറ്റ് പ്രൈസ് വെച്ചിട്ടാണ് നമ്മൾ വാങ്ങുക. അപ്പോൾ മാർക്കറ്റ് പ്രൈസ് നമ്മളുടെ ഡിവിഡൻഡുമായിട്ട് കമ്പയർ ചെയ്യുക. അതായത് നമുക്ക് എത്ര ഡിവിഡൻഡ് ആണല്ലോ നമുക്ക് ഏണിങ്സ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ആ ഡിവിഡൻഡ് നമ്മളുടെ മാർക്കറ്റ് പ്രൈസ് ഇൻവെസ്റ്റ് ചെയ്തതിൻ്റെ എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ളതാണ് എന്ത് ഡിവിഡൻഡ് ഈൽഡ് റേഷ്യോ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ബുക്ക് വാല്യൂ പെർ ഷെയർ. ഇതും നിങ്ങൾക്ക് ഇവിടെ കാണാം, ഷെയർസ് നോക്കുമ്പോൾ ഇതും നിങ്ങൾക്ക് കാണാം. നെറ്റ് വർത്ത് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. ബുക്ക് വാല്യൂ പെർ ഷെയർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബുക്ക് വാല്യൂ, അതായത് നമ്മളുടെ ബുക്കിൽ, നമ്മളുടെ കമ്പനീൻ്റെ ബുക്കിലുള്ള വാല്യൂ എത്രയാണ്. അതായത് നമുക്ക് ശരിക്ക് കമ്പനീൻ്റെ ഉള്ളിൽ നമ്മൾ ഓൾറെഡി ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എത്ര ഉണ്ടാവും, ഒരു 100 crore ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. അതുപോലെ തന്നെ റിസർവ്സ് ആൻഡ് സർപ്ലസ് ഒരു 200 crore ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കയ്യിലുള്ള ബുക്കിലുള്ള വാല്യൂ, 300 crore. അപ്പോൾ ഇതിൻ്റെ മാർക്കറ്റ് വാല്യൂ ചിലപ്പോൾ നോക്കുമ്പോൾ 1000 crore ഒക്കെ ആയി ഉണ്ടാവും. കാരണം നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന പ്രൈസിനേക്കാളും എന്ത് ചെയ്യും, ഇങ്ങനെ മാർക്കറ്റിൽ അതിൻ്റെ പ്രൈസ് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. കൂടി 1000 crore ആയിരിക്കും ചിലപ്പോൾ നമ്മൾ മാർക്കറ്റ് വാല്യൂ നോക്കുമ്പോൾ ഉണ്ടാവുക. മാർക്കറ്റ് പ്രൈസ് ഇത് ടോട്ടലായിട്ടുള്ള, അതായത് ഇതിൽ ചിലപ്പോൾ കോടിക്കണക്കിന് ഷെയർസ് ഉണ്ടാവും. 10 crore ഷെയർസ് ഒക്കെ കൂടിയിട്ടായിരിക്കും ചിലപ്പോൾ ഈ
1000 crore എന്ന് പറയുന്നത്. ബട്ട് വാട്ട് എവർ എങ്ങനെയാണെങ്കിലും മാർക്കറ്റ് പ്രൈസ് എന്തുണ്ടാവും, ടോട്ടലായിട്ട് 1000 crore ഉണ്ടെങ്കിൽ, പക്ഷെ അതിൻ്റെ ബുക്ക് വാല്യൂ എത്ര ഉണ്ടാവുള്ളൂ, 300 crore ഉണ്ടാവുള്ളൂ. കാരണം ഇതാണ് ബുക്ക് വാല്യൂ മാർക്കറ്റ് വാല്യൂ തമ്മിലുള്ള വ്യത്യാസം. അതായത് നമ്മൾ ബുക്കിൽ നമ്മുടെ ബാലൻസ് ഷീറ്റ്, ഒരു കമ്പനീൻ്റെ ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന വാല്യൂ ആണെന്ത്, ബുക്ക് വാല്യൂ. അപ്പം ബുക്ക് വാല്യൂ പെർ ഷെയർ എന്ന് പറയുമ്പോൾ എന്താ, ഈ ബുക്ക് വാല്യൂവിനെ ഡിവൈഡഡ് ബൈ എത്ര നമ്പർ ഓഫ് ഷെയർസ് ആണ് ഉള്ളത് എന്ന് വെച്ചാൽ അതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നെറ്റ് വർത്ത് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്. ഇതെന്താണ് ഇങ്ങനെ ചെയ്യുന്നത്, നെറ്റ് വർത്തിനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ റിസർവ്സും സർപ്ലസ് ആരുടെ ഫണ്ടാണ്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിൻ്റെ തന്നെ ഫണ്ടാണ് എന്ത്, റിസർവ്സും സർപ്ലസ്. അതായത് നമ്മളെ ഏർണിങ്സ് ഒക്കെ, കമ്പനിക്ക് കിട്ടുന്ന ഏർണിങ്സ് ഒക്കെയാണ് എന്ത്, റിസർവ്സും സർപ്ലസ്. റിസർവ്സും സർപ്ലസ് ഒക്കെ ആർക്കുള്ളതാണ്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിനുള്ളതാണ്. ഇപ്പം നെറ്റ് വർത്ത് ഡിവൈഡഡ് ബൈ, നെറ്റ് വർത്ത് എന്ന് പറഞ്ഞാൽ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും അതുപോലെ തന്നെ റിസർവ് സർപ്ലസും ഒക്കെ അടങ്ങിയതാണ്. അപ്പോൾ ഈ നെറ്റ് വർത്ത് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്, അതാണ് എന്ത്, ബുക്ക് വാല്യൂ പെർ ഷെയർ. അപ്പോൾ ഇതെന്താണ്, നെറ്റ് ഇക്വിറ്റി ഓർ നെറ്റ് വർത്ത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ പ്ലസ് റീറ്റെയിൻഡ് ഏർണിങ്സ് ആണ് എന്ത്, ഇതെന്ന് പറയുന്നത്. നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഔട്ട്സ്റ്റാൻഡിങ് ആണ് എന്ത്, ഡിനോമിനേറ്റർ വരുന്നത്. ന്യൂമറേറ്റർ ഇക്വിറ്റി ഷെയർ, ഇക്വിറ്റി ഓർ നെറ്റ് വർത്ത് ആണ് ന്യൂമറേറ്റർ വരുന്നത്. സംഭവം മനസ്സിലായല്ലോ. അതായത് നമ്മുടെ കമ്പനിയിലെ ബുക്കിലുള്ള വാല്യൂ, ബാലൻസ് ഷീറ്റിൽ നമുക്ക് കാണുന്ന വാല്യൂ ആണ് ബുക്ക് വാല്യൂ. അപ്പോൾ ഈ ബുക്ക് വാല്യൂ പെർ ഷെയർ, ഒരു ഷെയറിൻ്റെ ബുക്ക് വാല്യൂ എത്രയാണ് അതാണ്. ഇപ്പോൾ ഈ കേസിൽ നോക്കുമ്പം 300 crore ആണ് നമ്മളെ ബുക്കിലെ വാല്യൂ. അപ്പോൾ ആ ബുക്കിലെ വാല്യൂ ഡിവൈഡ് ബൈ 10 crore ഷെയർസ് ഉണ്ടെങ്കിൽ 300/10 ഈസ് ഈക്വൽ ടു 30 ആണ് ബുക്ക് വാല്യൂ. ബട്ട് മാർക്കറ്റ് പ്രൈസ് എത്രയാണ്, 1000 ഡിവൈഡ് ബൈ 10 ഈസ് ഈക്വൽ ടു 100 ആണ് മാർക്കറ്റ് വാല്യൂ. അപ്പോൾ ഇതാണ്, ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഈ ബുക്ക് വാല്യൂ ഒക്കെ നമുക്ക് എവിടെ കാണാം, അനാലിസിസിൽ ബ്രോക്കർ, ഒരു സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബ്രോക്കറുടെ കയ്യിൽ നമുക്ക് ഇതെല്ലാം ഈ ഇൻഫർമേഷൻസ് ഒക്കെ ഉണ്ടാവും. ഈ റേഷ്യോവും ചിലപ്പോൾ ഉണ്ടാവും, മാർക്കറ്റ് വാല്യൂ ടു ബുക്ക് വാല്യൂ റേഷ്യോ. അതായത് നമ്മുടെ മാർക്കറ്റ് പ്രൈസ് പെർ ഷെയർ ഡിവൈഡഡ് ബൈ ബുക്ക് വാല്യൂ പെർ ഷെയർ. അതായത് ബുക്ക് വാല്യൂവിൽ നിന്ന് എത്ര ടൈംസ് ആണ് നമ്മുടെ മാർക്കറ്റ് വാല്യൂ ഉള്ളത് എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള റേഷ്യോ ആണെന്ത്, മാർക്കറ്റ് വാല്യൂ ടു ബുക്ക് വാല്യൂ റേഷ്യോ. ആവറേജ് മാർക്കറ്റ് പ്രൈസ് ആണെന്ത്, ന്യൂമറേറ്റർ, ഓർ ക്ലോസിംഗ് മാർക്കറ്റ് പ്രൈസ് ആസ് പെർ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് കൊട്ടേഷൻസ്. അതായത് ഏതാ തന്നിട്ടുള്ളതെന്ന് വെച്ചാൽ അത് വെച്ച് ചെയ്യുക, ക്ലോസിംഗ് ആണെങ്കിൽ ക്ലോസ് വെച്ച് ചെയ്യുക. ഡിവൈഡ് ബൈ ബുക്ക് വാല്യൂ കാൽക്കുലേറ്റഡ് ഇൻ എബവ്, അതായത് ബുക്ക് വാല്യൂ പെർ ഷെയർ. Higher ratio indicates better position for shareholders in terms of return and capital gains. Capital gains അതായത് നമ്മുടെ ഷെയറിൻ്റെ വാല്യൂ നല്ല കൂടുതലാണ്, ബുക്ക് വാല്യൂവിനേക്കാളും നല്ല ഹൈയിലാണ് നമ്മുടെ മാർക്കറ്റ് വാല്യൂ കിടക്കുന്നതെന്നാണ് എന്ത്, ഇതിൻ്റെ മീനിങ് വരുന്നത്. അപ്പോൾ ഇവിടെ ഈ കേസിൽ മാർക്കറ്റ് വാല്യൂ ഒരു എത്ര ഉണ്ടാവും, ഒരു 100 മാർക്കറ്റ് വാല്യൂ ഉണ്ട്. നമ്മൾ മുകളിൽ പറഞ്ഞ അതേ കേസ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് വാല്യൂ എത്രയാണ്, 100 ആണ്, ബുക്ക് വാല്യൂ എത്രയാണ്, 30 ആണ്. അപ്പോൾ ഇത് നോക്കുമ്പം 100/30 3.33 ആണ് എന്ത് വരുന്നത്, ബുക്ക് വാല്യൂ, മാർക്കറ്റ് വാല്യൂ ടു ബുക്ക് വാല്യൂ എന്നുള്ള റേഷ്യോ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് റേഷ്യോസ് ഉള്ളത്. അപ്പോൾ ഈ റേഷ്യോസ് ഒക്കെ ഒന്ന് നിങ്ങളൊന്ന് റിവൈസ് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ കുറേ റേഷ്യോസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ ഓരോന്നോരോന്ന് കണക്ട് ചെയ്ത് പഠിക്കാൻ നോക്കുക. ഞാനിതൊക്കെ ഒന്ന് ആദ്യം റേഷ്യോസ് ഒക്കെ നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇത് ഓൾറെഡി അറിയുന്നതാണെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോയാലും കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ ഇനി ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്തായാലും വർക്കൗട്ട് ചെയ്ത് നോക്കുക. Note: sometimes return on capital employed is referred as basic earning per share (BEP). ചില ടൈമിൽ ക്യാപിറ്റൽ എംപ്ലോയിഡ്, റിട്ടേൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുന്നത് BEP ആയിരിക്കും. അതായത് നമ്മൾ ഡെപ്റ്റ് ഒന്നും ഇല്ലാത്തൊരു കേസാണെങ്കിൽ എന്തായിരിക്കും, ഏർണിങ്സ് പെർ ഷെയർ തന്നെ ആയിരിക്കും എന്ത്,
capital employed, return on capital employed. Item 7, 8 and 10 above are called market ratios since they consider market value of the company's share. ഈ 7ഉം 8ഉം 10ഉം മാർക്കറ്റ് റേഷ്യോസ് എന്നാണ് പറയുന്നത്. മാർക്കറ്റ് വാല്യൂ കൺസിഡർ ചെയ്യുന്നത് കൊണ്ട് എന്താണ്, ഏതൊക്കെയാണ് ആ റേഷ്യോസ്? 7 പ്രൈസ് ഏർണിംഗ് റേഷ്യോ, പി റേഷ്യോ, അതുപോലെ തന്നെ ഡിവിഡൻഡ് yield റേഷ്യോ, പിന്നെന്താണ് മാർക്കറ്റ് വാല്യൂ ടു ബുക്ക് വാല്യൂ റേഷ്യോ. ഈ 3 റേഷ്യോസും എന്താണ് പറയുന്നത്? മാർക്കറ്റ് റേഷ്യോസ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ആസ് എ വേരിയന്റ് ഓഫ് റിട്ടേൺ ഓൺ അസറ്റ്, സംടൈംസ് റിട്ടേൺ ഓൺ ടോട്ടൽ അസറ്റ് ആൻഡ് ദ റിട്ടേൺ ഓൺ നെറ്റ് അസറ്റ് ആർ യൂസ്ഡ്. അതായത് റിട്ടേൺ ഓൺ അസറ്റിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? റിട്ടേൺ ഓൺ ടോട്ടൽ അസറ്റും റിട്ടേൺ ഓൺ നെറ്റ് അസറ്റും ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. റിട്ടേൺ ഓൺ ടോട്ടൽ അസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാലൻസ് ഷീറ്റിൽ കാണുന്ന ടോട്ടൽ അസറ്റ് സൈഡില്ലേ, ആ അസറ്റ് സൈഡിന്റെ ടോട്ടൽ ബാലൻസിനെയാണ് റിട്ടേൺ ഓൺ ടോട്ടൽ അസറ്റ് എന്ന് പറയുന്നത്. ആൻഡ് റിട്ടേൺ ഓൺ നെറ്റ് അസറ്റ് എന്ന് പറയുമ്പോൾ നെറ്റ് ആയിട്ടുള്ള അസറ്റ്. നെറ്റ് അസറ്റ് മീൻസ് ടോട്ടൽ അസറ്റ് മൈനസ് ടോട്ടൽ ലയബിലിറ്റീസ് വിച്ച് ഈസ് മോസ്റ്റ്ലി ഇക്വാലന്റ് ടു നെറ്റ് വർത്ത് ഓർ ഇക്വിറ്റി. നെറ്റ് അസറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ലയബിലിറ്റീസ് നിന്ന് ടോട്ടൽ അസറ്റ്സ് നിന്ന് എന്ത് കുറച്ചതാണ്? ടോട്ടൽ ലയബിലിറ്റീസ് കുറച്ചതാണ്. ടോട്ടൽ ലയബിലിറ്റീസ് എന്ന് പറയുമ്പോൾ ഇതിൽ എന്ത് വരില്ല? ഇക്വിറ്റി വരില്ല. ഇക്വിറ്റി ഒരു നമ്മൾ ഇങ്ങനത്തെ കേസിലൊന്നും ലയബിലിറ്റി ആയിട്ടല്ല, ഒരു ഇക്വിറ്റി ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ആയിട്ടാണ് നമ്മൾ കാണുന്നത്. നമ്മൾ മോഡേൺ അപ്രോച്ചിൽ എന്താണ് പഠിച്ചിട്ടുള്ളത്? ഇക്വിറ്റി. ഏതൊക്കെയാണ് അക്കൗണ്ട്സ് ഉള്ളത്? എക്സ്പെൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഇൻകം ഉണ്ട്, അസറ്റ് ഉണ്ട്, ലയബിലിറ്റി ഉണ്ട്, ക്യാപിറ്റൽ അല്ലെങ്കിൽ ഇക്വിറ്റി ഉണ്ട്. അപ്പോൾ ഇക്വിറ്റി ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഐറ്റം ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ടോട്ടൽ അസറ്റ് മൈനസ് ടോട്ടൽ ലയബിലിറ്റീസ്. ലയബിലിറ്റീസ് അതർ ഔട്ട്സൈഡേഴ്സ് ലയബിലിറ്റീസ് ആണ്. ഈക്വിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഓണേഴ്സിന് തന്നെ കൊടുക്കേണ്ടതാണ്. ടോട്ടൽ അസറ്റ് മൈനസ് ടോട്ടൽ ലയബിലിറ്റീസ്, അതാണ് നെറ്റ് അസറ്റിന്റെ മീനിങ്. ഓക്കെ. ആസ് എ വേരിയന്റ് ഓഫ് ഡിവിഡൻഡ് yield, sometimes dividend and earning yield is computed as dividend plus or minus changes in share price divided by initial share price. This is sometimes referred to as realized yield. ഇതെന്താന്ന് വെച്ചാൽ ആസ് എ വേരിയന്റ് ഓഫ് ഡിവിഡൻഡ് yield, സംടൈംസ് ഡിവിഡൻഡ് ആൻഡ് ഏർണിംഗ് yield ഈസ് കമ്പ്യൂട്ടഡ് ആസ്. ചില ടൈമിൽ നമ്മൾ എന്ത് ചെയ്യാം? റിയലൈസ്ഡ് yield എന്ന് പറഞ്ഞാൽ റിയലൈസ്ഡ് yield എന്ന് പറയാറുണ്ട്. അപ്പോൾ റിയലൈസ്ഡ് yield എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം നമ്മൾ yield എന്ന് പറഞ്ഞാൽ ഏർണിങ്സ് എന്നാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ റിയലൈസ്ഡ് yield എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഡിവിഡൻഡ് yield എന്താണ്? ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ മാർക്കറ്റ് പ്രൈസ്. അതായത് നമ്മൾ മാർക്കറ്റ് പ്രൈസ് ഇൻവെസ്റ്റ് ചെയ്തതിന് എത്ര ഡിവിഡൻഡ് നമുക്ക് കിട്ടി, ഡിവിഡൻഡ് ആണ് നമ്മളവിടെ ഏർണിങ്സ് ആയിട്ട് കാണുന്നത്. ബട്ട് നമുക്ക് ശരിക്കും ഡിവിഡൻഡ് മാത്രമല്ല ഏർണിങ്സ് ആയിട്ട് കിട്ടുന്നത്. ഇപ്പം ഞാനൊരു ഷെയറിൽ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്താൽ 100 rupees ഇൻവെസ്റ്റ് ചെയ്താൽ ചിലപ്പോൾ ഒരു 2 മാസം ഒരു കൊല്ലമൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ അതൊരു 150 ഒക്കെ ആയി മാറിയിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് ശരിക്കും എത്ര ഉണ്ട്? ഈ 50 എൻ്റെ ഏർണിങ്സ് ആണ് അല്ലേ? 50 എൻ്റെ ഏർണിങ്സ് ആണ്. 50 ഞാൻ വീട്ടിൽ തന്നെ, ഈ 100 rupees ഞാൻ വീട്ടിൽ തന്നെ വെച്ചതാണെങ്കിൽ ഇന്നും അതിൻ്റെ വാല്യൂ 100 തന്നെ ആയിരിക്കും. അപ്പോൾ ഈ 50 എന്താണ്? മാർക്കറ്റ് പ്രൈസ് കൂടിയത് എന്താണ്? എൻ്റെ ഏർണിങ്സ് തന്നെയാണ് ശരിക്കും ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ അതാണ് ഈ റിയലൈസ്ഡ് yield പറയുന്നത്. റിയലൈസ്ഡ് yield എന്താണ്? റിയലൈസ്ഡ് yield എന്ന് പറയുന്നത് ഡിവിഡൻഡ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ 150 ആയതിൻ്റെ ഇടയിൽ നമുക്ക് എന്തും കിട്ടിയിട്ടുണ്ട്? പ്ലസ് ഒരു 10 rupees ഡിവിഡൻഡും കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മുടെ ടോട്ടൽ ഏർണിങ്സ് എങ്ങനെയാണ് നമുക്ക് പറയാം? 10 rupees ഡിവിഡൻഡ് നമ്മളുടെ ഏർണിങ്സ് ആണ്. അതുപോലെ തന്നെ ഈ 100 നിന്ന് 150 ആയി, അപ്പോൾ അതെന്താണ്? ഒരു 50 rupees നമ്മുടെ ഏർണിങ്സ് ആണ്. അപ്പോൾ 10 + 50 ഡിവൈഡഡ് ബൈ എത്രയാണ്? നമ്മളെ ഇനീഷ്യൽ പ്രൈസ്. നമ്മൾ എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്തത്? ഇനീഷ്യലി
ഇൻവെസ്റ്റ് ചെയ്തത് 100 റുപ്പീസാണ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതാണല്ലോ എന്ത് ചെയ്യേണ്ടത്, ഡിനോമിനേറ്റർ ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പം 100 പ്ലസ് 10 പ്ലസ് 50 ഡിവൈഡ് ബൈ 100 ഇസ് ഈക്വൽ ടു 60% ആണ് റിയലൈസ്ഡ് yield. ഓക്കെ, മനസ്സിലായോ? റിയലൈസ്ഡ് yield എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ മാർക്കറ്റ് പ്രൈസിന്റെ അപ്രീസിയേഷൻ കൂടി കൺസിഡർ ചെയ്യുമ്പോൾ കിട്ടുന്ന yield. ഓക്കെ, ഡിവിഡൻഡ് yield എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിവിഡൻഡ് ഏർണിങ്സ് ആയിട്ട് നമ്മൾ എടുക്കുമ്പോൾ, ഡിവിഡൻഡിനെ മാത്രം ഏർണിങ്സ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന yield-നെയാണ് എന്ത് പറയുന്നത്, ഡിവിഡൻഡ് yield എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അത്രയാണ് റേഷ്യോസിൻ്റെ കാര്യങ്ങളുള്ളത്. ഇനി നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ICAൻ്റെ ബുക്ക് ഒന്ന് വേണമെങ്കിൽ ഒന്ന് റെഫർ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡിഫറൻസ് എന്തോ ഉണ്ടെങ്കിൽ എന്തുണ്ടോ എന്ന് നോക്കുക. അതുപോലെ തന്നെ ഇനി ബാക്കി ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻസ് നമുക്ക് ഇനി വരുന്ന ക്ലാസ്സുകളിലായിട്ട് ഇങ്ങനെ ചെയ്തു പോകാം. പിന്നെ നമ്മൾ ഇതുവരെ പഠിക്കാത്ത ചില റേഷ്യോസ് ചിലപ്പോൾ എക്സാമിന് വന്നെന്ന് വരാം. അപ്പോൾ എങ്ങനെ വരിക എന്ന് വെച്ചാൽ, സംഭവം സിമ്പിളാണ്. ബട്ട് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അത് പോവും. സംഭവം എന്ന് വെച്ചാൽ, ഫിക്സ്ഡ് അസറ്റ് ടു ടേൺ ഓവർ റേഷ്യോ എന്നുണ്ടാവും ചിലപ്പോൾ. അപ്പോൾ നിങ്ങൾ ഫിക്സ്ഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്, ടേൺ ഓവർ ഡിവൈഡ് ബൈ ഫിക്സ്ഡ് അസറ്റ് ആണ്. അപ്പോൾ ഇത് വെച്ച് ചെയ്താൽ ഇത് ഫുള്ള് തെറ്റി. കാരണം ഇത് ഫിക്സ്ഡ് അസറ്റ് ടു ടേൺ ഓവർ റേഷ്യോ എന്ന് പറയുമ്പോൾ ഇതെന്താ മീനിങ് എന്ന് വെച്ചാൽ, ഇപ്പം ഇങ്ങനെ ചില റേഷ്യോസ് ഇങ്ങനെ 2 എന്ന് വെച്ചിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും നോക്കണ്ട, എന്ത് ചെയ്താൽ മതി എന്നറിയാം. ഈ ഫിക്സ്ഡ് അസറ്റ് ഫസ്റ്റ് ഉള്ളതിന് എന്താക്കി എടുക്കുക, ന്യൂമറേറ്റർ ആക്കി എടുക്കുക. ഫിക്സ്ഡ് അസറ്റ് ന്യൂമറേറ്റർ ഡിവൈഡഡ് ബൈ അതിൻ്റെ അപ്പറുള്ള 2ൻ്റെ അപ്പറുള്ള ആരാണ്, ടേൺ ഓവർ. അപ്പോൾ ടേൺ ഓവറിന് എന്താക്കി എടുക്കുക, ന്യൂമറേറ്റർ ഫിക്സ്ഡ് അസറ്റും അതുപോലെ തന്നെ ഡിനോമിനേറ്റർ ടേൺ ഓവർ ആക്കി എടുക്കുക. വേറെ ഒന്നും നോക്കാനില്ല. 2 എന്നുള്ള ഏത് ക്വസ്റ്റ്യനിൽ 2 എന്ന് വന്നിട്ടുണ്ടെങ്കിൽ ആ റേഷ്യോ എന്താണ്. ഇത് മിക്കവാറും എക്സാമിന് ഒരു 5 റേഷ്യോസ് ഒക്കെ ആണ് തരുന്നതെന്ന് വെച്ചാൽ, ഒരു റേഷ്യോ മിക്കവാറും എന്തായിരിക്കും, 2 ഉള്ള റേഷ്യോ ആയിരിക്കും. ഒരു മാർക്ക് എന്തായാലും നിങ്ങൾക്ക് പോവാതെ കിട്ടും. ഇങ്ങനെ 2 ഉള്ള റേഷ്യോസ് എന്ന് പറഞ്ഞാൽ ഫിക്സ്ഡ്, ഇപ്പുറത്തുള്ള എന്താണോ അതിനെ ന്യൂമറേറ്റർ ആയിട്ട് എഴുതുക, അതിൻ്റെ അപ്പുറത്തുള്ളതിനെ ഡിനോമിനേറ്റർ ആയിട്ട് എഴുതുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം.